ഹല്ലേലൂയ റബര ഹംദുരി ഖദരഗദന. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ കാണുവാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് ശേഷിപ്പിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ നാം ഒരുമിച്ച് വളരെ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ, വാഞ്ചയോടെ അങ്ങേ ആരാധിപ്പാനുള്ള തിടുക്കത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളോട് മനസ്സലിയുന്ന ഒരു ദിവസമാക്കി തീർക്കണമേ ദൈവമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ രക്തത്താൽ കഴുകുന്ന ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്ന, ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പുതിയൊരു ശക്തി നമ്മുടെ മേൽ പകരുന്ന ഒരു ദിവസമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തുടർന്നുള്ള സമയത്തും അങ്ങയുടെ സാന്നിധ്യം കൂടെയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം പങ്കിടുന്ന ഒരു ദിവസമാക്കി തീർക്കണം. തുടർന്നുള്ള ഓരോ കാര്യാദികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പാട്ടുകളിലൂടെ ഞങ്ങളോട് ഇടപെടണമേ, പ്രാർത്ഥനകളിലൂടെ ഞങ്ങളോട് ഇടപെടണമേ, സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെടണമേ, വചനധ്യാനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ ദൈവമേ. നിറഞ്ഞവരായി മടങ്ങിപ്പോകുവാൻ, സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനെ പിടിച്ചടക്കിയ ഹല്ലേലൂയ ഒരു ദൈവമേ സംതൃപ്തിയോടെ മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെയായിരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന ഇടപെടണം. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മോട് വന്നിരിക്കുന്നതിൻ്റെ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, ദാറ്റ് ഈസ് ടു ലിഫ്റ്റ് ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, അതിനനുസരിച്ച് കർത്താവിന് തക്ക രീതിയിൽ സ്തുതികളെയും ഹല്ലേലൂയ സ്തോത്രങ്ങളെയും അർപ്പിപ്പാൻ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും നമുക്ക് ഒരുമിച്ച് ചില പാട്ടുകൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോടൊപ്പം ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക, വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പലകയേശുവെ മറന്നിരിക്കും, തന്റെയൊന്നായി ഘോഷിച്ചിടാം. പലകയേശുവെ മറന്നിരിക്കും, തന്റെയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം
ശക്തി ഞങ്ങളുടെ മധ്യ അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യ അയക്കണമേ. ഹല്ലേലൂയ. നമ്മെ ഒരു ഡിപെൻഡൻസിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരു യൂട്ടേൺ എടുക്കാൻ നമ്മെ സഹായിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. മുന്നോട്ടുള്ള യാത്രയിൽ പുതിയ വഴികൾ തുറക്കുന്ന, പുതിയ പന്താവുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ചോദിച്ചതുപോലെ പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളമേ, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ നരങ്ങുന്നത് എന്ത്? ഹല്ലേലൂയ. അപ്പോഴൊക്കെയും നമ്മുടെ കാതിൽ കേട്ടൊരു ശബ്ദമാണ്, ആ ദൈവത്തിങ്കൽ പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മുടെ ഉറപ്പുള്ള പാറ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കുഴഞ്ഞ് മറിഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് ഇവിടെ ആയിരിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേറിലും ചെളിയിലുമായിരുന്ന ഈ അനുഭവത്തിലൂടെ, ജീവിതത്തിൻ്റെ പച്ചയായ തുരുത്തുകളിലൂടെ നാം കടന്നുപോയവരാണ്. പക്ഷേ അവിടെയൊക്കെയും നമ്മുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ സാന്നിധ്യവും സുരക്ഷിതത്വവും അയക്കാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രതീക്ഷിക്കുന്നതിലും ഉപരിയായി ദൈവം തൻ്റെ സാന്നിധ്യം അയച്ച്, ദൈവം തൻ്റെ ഉറപ്പുള്ള കരമയച്ച് നമ്മെ വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ശത്രുവായവൻ പലപ്പോഴും പതിർ പാറ്റിക്കളയുന്നത് പോലെ നമ്മെ പാറ്റിക്കളയുവാൻ, നമ്മുടെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുവാൻ പലപ്പോഴും പദ്ധതി ഒരുക്കിയപ്പോഴും യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ മയങ്ങാതെ ഉറങ്ങാതെ ഇസ്രായേലിനെ പരിപാലിക്കുന്നവൻ നമ്മെ പരിപാലിച്ചത് കൊണ്ടാണ്, നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് പകലിലും ജീവനോടെ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മെ ഹല്ലേലൂയ ദൈവം ഇന്ന് പകലിലും കൂട്ടിവരുത്തിയത്. ആ ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെയും, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ആയിരുന്ന സ്ഥലത്തൊക്കെയും അവരെയും ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം പരിപാലിച്ചു. തൻ്റെ അത്ഭുതമാർന്ന കരം കൊണ്ട് സംരക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പിന്നെയും അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഓൺലൈൻ വഴിയിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഗൂഗിൾ മീറ്റ് വഴി നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലും കൂടെ ദൈവം നമുക്ക് തന്നതിനെ ഓർ നമ്മുടെ കരങ്ങളിൽ ഒരു ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ ഒരുമിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് അത്ര സന്തോഷമില്ലെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നത് കൊണ്ടുള്ള ഇതാണോ? ഞാൻ വരും. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 42-ാമത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ പല കാറ്റഗറീസ് ഉണ്ട്. എനിക്കൊന്നും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പല കാറ്റഗറീസ് ഓഫ് സാംസ് ഉണ്ട്. അതായത് മസിയാനിക് സാം ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സംക്ഷിപ്തമായി പെട്ടെന്ന് തന്നെ പറയുന്ന അങ്ങനെ ആ സങ്കീർത്തനങ്ങളെ മസിയാനിക് സാംസ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് എൻത്രോൺമെന്റ് സാംസ്, രാജാവിനെ രാജസ്ഥാനത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പേ പാടുന്ന പാട്ടുകളാണ് അതൊക്കെ. പിന്നെ ആരോഹണ ഗീതങ്ങൾ, ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാടുന്ന പാട്ടുകൾ, അങ്ങനെ തുടങ്ങി ഒട്ടനേകം വിവിധ തരങ്ങളിലുള്ള ഈ കാറ്റഗറീസ് ഓഫ് സാംസ് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം അത് വരുന്നത് ലാമെന്റിങ് സാംസ്, ദുഃഖത്തിൻ്റെ സങ്കീർത്തനങ്ങളുടെ അടിയിൽ വരുന്ന ഒരു സങ്കീർത്തനമാണ് 42-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളിൽ 75% സങ്കീർത്തനങ്ങളിലേറെയും ഈ ലാമെന്റിങ് സാംസിന്റെ അണ്ടറിൽ വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മെ ഒരുപക്ഷെ ചിന്തിപ്പിക്കും. സങ്കീർത്തനക്കാരൻ എന്തിനാ കരയുന്നതും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും തൻ്റെ പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു? പക്ഷേ ഈ ലാമെന്റിങ് സാംസ് ഒക്കെ പഠിക്കുമ്പോൾ കണ്ണീരിൽ തുടങ്ങുന്ന സങ്കീർത്തനങ്ങൾ പലതും കണ്ണുനീരിലല്ല അവസാനിക്കുന്നത്. ചോദ്യങ്ങളിൽ തുടങ്ങുന്ന സങ്കീർത്തനങ്ങൾ പലതും ചോദ്യങ്ങളിലല്ല അവസാനിക്കുന്നത്. ചോദിച്ച വ്യക്തിയെ കൊണ്ട് തന്നെ അതേ വായിൽ നിന്നും മറുപടി പറയിപ്പിക്കുന്ന ആ ഒരു ദൈവിക പദ്ധതിയിലാണ് ആ സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നത്. ഒട്ടനേകം ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിലും പല ചോദ്യങ്ങൾ സങ്കീർത്തനക്കാരൻ ഉന്നയിക്കുക. എത്രത്തോളം താമസിക്കും, എത്രത്തോളം ഞാൻ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും, എത്ര താമസിക്കും എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ സങ്കീർത്തനങ്ങൾ ഈ 1-2 വാക്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സങ്കീർത്തനക്കാരൻ ഈ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താ കാരണം? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇനി ഒന്നുകൂടെ വാക്യം വായിക്കാമോ? 2 വാക്യങ്ങൾ. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ഈ വിഷാദത്തിലൂടെ കടന്നു പോകാനുള്ള കാരണം എന്താ? ഫിനാൻഷ്യൽ ലോസ് അല്ല, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതല്ല, ഭാര്യയെ ഭർത്താവിനെ ഓർത്ത് കരയുന്നതല്ല, തന്റെ രാജ്യത്തെ ഓർത്ത് കരയുന്നതല്ല. പകരം തനിക്ക് പിൻകാലങ്ങളിൽ അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അതാണ് ഈ വിഷാദത്തിന് കാരണം. പ്രൈസ് ദി ലോർഡ്. പല കാര്യങ്ങളും പല കാരണങ്ങളാലും നാം വിഷാദിക്കാറുണ്ട്, വിഷമത്തിലൂടെ കടന്നു പോകാറുണ്ട്, കരയാറുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ കണ്ണ് നിറയാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിഷമത്തിലൂടെ, വേദനയിലൂടെ നാം കടന്നു പോകാറുണ്ടോ? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നതിൻ്റെ ചോദ്യങ്ങളുടെ ആകത്തുക ഇതാണ്: കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Sometimes the absence of God in our lives, that doesn't bother us at all. Praise the Lord. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിരുന്നാലും ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ പോലും നല്ല കൂളായിട്ടുള്ള ഒരു ലൈഫ് നയിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യും? പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഈ മലയാളികളെല്ലാം പ്രത്യേകിച്ച് ഭയങ്കര മാനേജിങ് ടീംസാണ്. ഞാൻ ഉൾപ്പെടെ, ഞാൻ മലയാളിയാണ്, ഒന്നും പറയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം അത് കൊണ്ടുവരാൻ പാടില്ല. മാനേജിങ് അവിടെ വർക്ക് ചെയ്യത്തില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഫുഡ് ഐറ്റംസിൽ ഈ ഗോൾ കപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഗോൾ കപ്പ് ഇവിടെ കൊണ്ടല്ലോ, ഗോൾ കപ്പ് എല്ലായിടവും കിട്ടുന്ന കാര്യമാണ്. നമ്മളവിടെ ഒരു കടയുണ്ട്, ഒരു നല്ല ഗോൾ കപ്പ് അവിടെ കിട്ടും.
അപ്പോൾ അവിടെ പോയി ഞാൻ 2 ഗോൾ കപ്പേ കഴിച്ചിട്ടേ വരത്തുള്ളൂ. ചില സമയത്ത് ഒരാഴ്ച ഗോൾ കപ്പ കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു എംപ്റ്റിനെസ് പോലെ, ആവശ്യമില്ലെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി ആ സ്ട്രീറ്റിൽ പോയി ഒരു ഗോൾ കപ്പ കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു റെസ്റ്റ്ലെസ് അകത്ത് ഒരു ഇതുപോലെ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ സാന്നിധ്യം ഒരു ദിവസം നമുക്ക് എവിഡൻഷ്യലായിട്ട് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു റെസ്റ്റ്ലെസ്നെസ് നമ്മളെ അകത്ത് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റാതെ ഒരു ദിവസം എനിക്ക് കഴിച്ചുകൂടാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നാം ആത്മീകരായി അടുത്തൊരു തലത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ വർഷത്തിലൊരിക്കലോ ഒരു ഉപവാസ പ്രാർത്ഥനയിലോ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിലോ മാത്രം അനുഭവിക്കേണ്ട ഒരു സാന്നിധ്യമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം. നാം എവിടെയായിരുന്നാലും ഏത് ഇരുളിൻ്റെ നടുവിലും, ഹല്ലേലൂയ, ഏത് ഒറ്റപ്പെട്ട സിറ്റുവേഷൻ്റെ നടുവിലും നാം അനുഭവിക്കേണ്ട ഒരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില സീസൺസ് ഉണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ സൺഡേ ആരാധനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊരു ഗസ്റ്റ് ഉള്ള സമയത്തായിരിക്കാം. അങ്ങനെയല്ല, ദിനചര്യകളിൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതല്ലെങ്കിൽ അത് നമ്മളെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുണ്ടാവും, ശരിയല്ലേ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാതാവിനും പിതാവിനും സെയിം സ്ഥാനമാണ്. നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു എന്തോ ഉണ്ടാവും, ഒരു വല്ലായ്മയാണ്, ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. സാർ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയതിന് ശേഷം ഒരാഴ്ച സന്തോഷങ്ങളുമായിട്ട് സംസാരിക്കാതിരുന്നാലോ എങ്ങനെ ഇരിക്കും? ദിവസവും ഒരു മിനിറ്റെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സമാധാനം വരുന്നത്. എന്താ തന്നെ പറയുക, ഒരു സമാധാനം അതാ വരുന്നത്. ദൂരത്തൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഒന്നും സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. ആ ഡേ ഫീലിംഗ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്താവണം, ഉണ്ടായിരിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ എന്തോ ഒരു എംപ്റ്റിനെസ് പോലെ, എന്തോ ഒരു പൊള്ളയായ ഒരു അനുഭവം, എന്തോ നഷ്ടപ്പെട്ടൊരു ഫീലിംഗ്, എന്തോ സന്തോഷമില്ലാത്തൊരു ഫീലിംഗ്, അത് നമ്മെ ഭരിക്കണം. അത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മീകതയ്ക്കുള്ള ആ ഒരു ആത്മീകതയുടെ ഗ്രാഫ് ഉണ്ടല്ലോ, അത് മുകളിലോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആത്മീകത സ്റ്റാഗ്നൻ്റാ, അത് മൂവ് ചെയ്യുന്നില്ല. ആ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നില്ല, മുന്നോട്ട് പോകുന്നു എന്നതിനുള്ള തെളിവാ that you have a longing for God. Praise the Lord. A.W. Tozer ഒരു ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, if you don't have a longing for God, pray that you will get a longing. Praise the Lord. ചില സമയത്ത് നമുക്ക് എന്തോ കാണത്തില്ല, ഒരു ലോങ്ങിങ് ഹൃദയം കാണത്തില്ല. We may not have a longing heart. ആ സമയത്ത് മുട്ടിൽ മേലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ വാഞ്ചിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ ഉള്ള ഒരു ലോങ്ങിങ്, ഒരു വാഞ്ച എനിക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചുറ്റുമുള്ള തൻ്റെ ശത്രുക്കളൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നിന്റെ ദൈവം എവിടെ? നീ നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നേ. നിന്റെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഒരു സാധുവായ ഒരു ദൈവദാസനാ, ഒരു സാധുവായ ഒരു ദൈവമനുഷ്യനാ, നിത്യം ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, വേർ ഈസ് യുവർ ഗോഡ്, വാട്ട് ഈസ് ഹി ഡൂയിങ്? അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ? അവന്റെ സാഹചര്യത്തിന് എന്തോ ആകുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പുള്ളിക്കാരൻ രാവും പകലും കരയുന്നു, രാവും പകലും ഉപവസിക്കുന്നു, ദൈവസന്നിധിയിൽ അപ്പാടെ വീണ് നിലവിളിക്കുക. എന്നിട്ടും സാഹചര്യങ്ങൾക്ക് എന്തോ ആകുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന, ദൈവമേ എന്നോടൊന്ന് മനസ്സറിയണമേ. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴം നിങ്ങൾ അറിയണമെങ്കിൽ ഒരു വാക്യം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. 42-ന്റെ 9-ാമത്തെ വാക്യം.
എന്നു ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. അത് ഈ സങ്കീർത്തനക്കാരൻ കർത്താവിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കണം, അതൊന്നും ദൈവത്തിനെതിരെ ആയിട്ടുള്ള ചോദ്യമല്ല ഉന്നയിക്കുന്നത്. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ദൈവത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും രണ്ടും രണ്ടാ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. Hallelujah. Sometimes we can ask questions to God. Sometimes we can question God himself. That's the difference. കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ദൈവത്തിനെതിരെയല്ല ആര് ചോദിക്കുന്നത്, സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. അതുകൊണ്ടാ ഈ 9-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്, ഇനി എന്നെ മറന്നാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ലെങ്കിലും ദൈവം തന്നെ എൻ്റെ പാറയായിരിക്കും. അത് വേറെ ലെവലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാഹചര്യം മാറുന്നതിൻ്റെ അളവിലാണ് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തോടുള്ള വിശ്വാസം നാം പ്രകടിപ്പിക്കുന്നതും. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുകയാ, അതെ, എനിക്കെതിരായി ശത്രുക്കൾ ചോദ്യം തൊടുത്തു വിടുന്നുണ്ട്, എൻ്റെ സാഹചര്യം മാറുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടിലൂടെയും വിഷമത്തിലൂടെയും കടന്നു പോകുന്നു. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ, മൈ ഗോഡ് റിമെയിൻസ് ദ സെയിം. അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ ആശ്രയം, അവൻ എൻ്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം മാറുന്നതല്ല ദൈവമെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സാഹചര്യം മാറിയാലും ഇല്ലെങ്കിലും അവൻ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പാറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ സങ്കീർത്തനക്കാരന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് അതല്ലേ കാണുവാൻ കഴിയുന്നത്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചിരുന്നാലും ശരി തന്നെ, ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യത്തില്ല, ത്യജിച്ച് പറയത്തില്ല, മറക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വിശ്വാസമായിരിക്കട്ടെ നമ്മെ ഭരിക്കേണ്ടത്. ഇനി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് തന്നെ ആയിരിക്കണം നമ്മുടെ പാറ, നമ്മുടെ പാറ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരന് ചോദ്യങ്ങൾക്ക് മറുപടി താൻ തന്നെ പറയുക. 11-ാമത്തെ വാക്യത്തിൽ അതൊന്ന് വായിക്കാമോ? എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ശത്രുവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയാണ് സകല വിധത്തിലുള്ള പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നത്, ഒന്നൊന്നായി ഇങ്ങനെ നമുക്കെതിരെ അയച്ചു കൊണ്ടിരിക്കുന്നത്. കഷ്ടങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങളാകട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിശാചിൻ്റെ ഉദ്ദേശം ഇതാണ്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് വിടുക. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ഉള്ളം വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിയാലും, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇനിയും എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അത് പിശാചിനെതിരെയുള്ള ഒരു ഡയറക്റ്റ് സ്ലാപ്പാ കൊടുത്തത്. ഹല്ലേലൂയ. ഇനി എന്തൊക്കെ തന്നെ പ്രലോഭനം എനിക്കെതിരെ പിശാച് അഴിച്ചു വിട്ടാലും അവൻ ജയം, ഹല്ലേലൂയ, ഘോഷിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. I will continue to praise my God. ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യത്തെ നോക്കി ആ ഒരു വാക്ക് പറയാമോ? ഹല്ലേലൂയ. ഇതിങ്ങനെ തന്നെ ഇരുന്നാലും ഇതിന് മറുപടി ലഭിച്ചില്ലെങ്കിലും ഇനിയും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനക്കാരൻ ദൈവത്തിനെതിരെയല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി മറുപടി ലഭിച്ചില്ലെങ്കിലും പറയുക, ഈ ദൈവം തന്നെ എൻ്റെ പാറയായിരിക്കും, അതുകൊണ്ട് ഈ ദൈവത്തെ ഞാൻ എന്നും എന്നേക്കും സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. നാം കുറച്ച് സമയം ദൈവത്തെ സ്തുതിക്കാനായിട്ട് പോകാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പലരുടെയും സാഹചര്യം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിൽ, പ്രതീക്ഷിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വരത്തില്ല. പക്ഷേ എങ്കിലും ഒന്നുറപ്പുവരുത്തുക, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം അവൻ നമ്മുടെ പാറയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പോടെ പറയണം, ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഒന്ന് ഒച്ചത്തിലൊന്ന് പറയാവോ? ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. പറഞ്ഞില്ല, ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യം ഇതുപോലെ ആയിരുന്നാലും മാറ്റം വന്നില്ലെങ്കിലും ഞങ്ങൾ ഇനിയും ദൈവത്തെ സ്തുതിക്കും. സാവിത്രി നഗർ ഈ ചർച്ച് നാം ഒരുമിച്ച് പറയണം, ഞങ്ങൾ ഇനിയും നമ്മുടെ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നമുക്ക് പാട്ടുകൾ ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവഴിയിലത്രേ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവഴിയിലത്രേ. തന്നിടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. തന്നിടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമെന്നുള്ള ചൊല്ലുന്നു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂടായതിഞ്ഞ ബന്ധം ചെയ്തോ. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂടായതിഞ്ഞ ബന്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാൽ കൂട്ടായേശുവിൽ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാകുന്നു ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ അകമിടങ്ങൾ ഇവൻ ഭക്ഷിക്കും ചെറുകുരുകിലോ. ഒരു സങ്കേതം നിന്റെ അകമിടങ്ങൾ ഇവൻ ഭക്ഷിക്കും ചെറുകുരുകിലോ. രാവിലെ നീ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നീ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ.
പക്ഷേ അവർ മരം നടക്കുന്നത് പോലെയാണ് അവർ നടക്കുന്നത്. അപ്പോൾ പിന്നെ യേശു വീണ്ടും ഈ മനുഷ്യനെ തൊടുകയാ. അപ്പോഴാണ് ഈ മനുഷ്യനെ എല്ലാം കാണുന്ന രീതിയിൽ സൗഖ്യമാകുന്നത്, കാഴ്ച ലഭിക്കുന്നത്. യേശു എന്തിന് 2 പ്രാവശ്യം ആ വ്യക്തിയെ തൊട്ടു? എന്തിന് യേശു ആ വ്യക്തിയോട് ചോദിച്ചത് ഡു യു സീ എനിത്തിങ്? യേശുവിന് അറിയത്തില്ലേ അവന് കാണുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്? യേശു പൂർണ്ണ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ആയിരുന്ന ആ വ്യക്തിത്വമല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നതിന് മുമ്പേ, ഒരു ചിന്ത വരുന്നതിന് മുമ്പേ, ആ ചിന്തയും അതിൻ്റെ കാരണവും ആരായുവാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ യേശു ഈ വ്യക്തിയോട് ചോദിക്കുക, എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഡു യു സീ എനിത്തിങ്? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആ വ്യക്തി ഓണസ്റ്റായിട്ട് പറയാണ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എല്ലാം ശരിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ യേശു രണ്ടാമതും ആ വ്യക്തിയെ തൊടുകയാണ്. യേശു രണ്ടാമത് എന്തുകൊണ്ട് ആ വ്യക്തിയെ തൊട്ടു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇന്നത്തെ. പ്രൈസ് ദി ലോർഡ്. വൈ ജീസസ് ഹാഡ് ടു ടച്ച് ഹിം അഗെയിൻ? വൈ ജീസസ് ഹാഡ് ടു ടച്ച് ഹിം അഗെയിൻ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അവർ എന്ന് പറഞ്ഞാൽ, ഒരു ക്രെഡിറ്റ് അവർ എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സ് ആണ്. 50 മിനിറ്റ്സ്. ഒരു 40-45 മിനിറ്റ് നമ്മൾ ലെക്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് 1-2 പിള്ളേരൊക്കെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? അവർ അവസാനം ഉൾട്ട പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം. 40-45 മിനിറ്റ് അവിടെ കിടന്ന് തൊണ്ട് തുറന്നതിന് ഒരു പ്രയോജനവും ഇല്ല. സത്യം പറഞ്ഞ് ചില സമയത്താണെങ്കിൽ നമുക്ക് എന്തോ വരും? ദേഷ്യം വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? അത് റിപ്പീറ്റ് ചെയ്യണം. അത്രയും സന്തോഷത്തോടെ ഒന്നും അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, എങ്കിലും വീണ്ടും അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. കാരണം അവർക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച യേശു ഇവിടെ ഒരു സെക്കൻഡ് ടച്ചിലേക്ക് പോകുന്നത് കമ്പൽഷന് വിധേയമായല്ല, ഒരു ഇറിറ്റേഷൻ കൂടെയല്ല. ഹി ഈസ് വില്ലിംഗ് ടു ടച്ച് us for the second time. Praise the Lord. ഈ പിശാച് ഇന്ന് കളിക്കുന്ന ഏറ്റവും വലിയ ഗെയിം എന്ന് പറഞ്ഞാൽ, പിശാച് നമ്മുടെ മനസ്സിൽ പറയും, യു ഡോണ്ട് ഡിസർവ് എ സെക്കൻഡ് ടച്ച്. നീ ഒരു രണ്ടാമത് ഒരു ടച്ചിന് നീ എന്തല്ല? അർഹനല്ല. ഈ പ്രശ്നത്തിൽ കിടന്നിങ്ങനെ വല്ലാതെ ഉഴുത് മറിഞ്ഞ് നിന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. യു ഡോണ്ട് ഡിസർവ് എ സെക്കൻഡ് ടച്ച്. ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാവശ്യം ഉപവസിച്ചു, ഒരുപാട് പ്രാവശ്യം തീരുമാനമെടുത്തു, എങ്കിലും പിന്നെയും വീണുപോയി. ഇത് തന്നെ നിന്റെ ജീവിതം എന്ന് നമ്മെ ചിന്തിപ്പിച്ച് നമ്മെ വല്ലാതെ പിന്തിരിപ്പിക്കുന്ന ഒരു ട്രിക്കാണ് ആരുപയോഗിക്കുന്നത്? പിശാച് ഉപയോഗിക്കുന്നത്. പക്ഷെ കർത്താവ് ഇന്ന് പകലിൽ പറയുക, ഹി ഈസ് വില്ലിംഗ് ടു കം ആൻഡ് ടച്ച് യു ഫോർ ദ സെക്കൻഡ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിന്, ഹല്ലേലൂയ, യേശു ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കാണേണ്ടതിന്, യേശു ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യരെ കാണേണ്ടതിന്, യേശു ആഗ്രഹിക്കുന്നത് പോലെ സിസ്റ്റത്തെ കാണേണ്ടതിന്, യേശു ആഗ്രഹിക്കുന്നത് പോലെ വചനം മനസ്സിലാക്കേണ്ടതിന് ഒരു സെക്കൻഡ് ടച്ച് തരുവാൻ ഹി ഈസ് വില്ലിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈസ് ഇറ്റ് നോട്ട് എ ഗുഡ് ന്യൂസ്? അതൊരു നല്ല വാർത്തയല്ലേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? അവർ മടുത്തു പോകും പെട്ടെന്ന്. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് മടുത്തു പോകും. അവർ പറയും, ഓ എത്ര പറഞ്ഞിട്ടും ഇവന് മനസ്സിലാകുന്നില്ല. ചില സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ. പക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോളണം. എൻ്റെ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞൊരു കാര്യം, അജിത്, ഇഫ് ദ ലീസ്റ്റ് ഇൻ യുവർ ക്ലാസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ ലെക്ചേഴ്സ്, യു ആർ എ ഗുഡ് ജെനുവിൻ ടീച്ചർ. അതായത് ഒരു ക്ലാസ് റൂമിൽ 50 പേരുണ്ടെങ്കിൽ ഏറ്റവും പഠിക്കാൻ പുറകിലുള്ള ആൾ നിന്റെ ലെക്ചേഴ്സ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ യു ആർ കോൾഡ് എ ടീച്ചർ. പ്രൈസ് ദി ലോർഡ്. അത് ജസ്റ്റ് ഔട്ട് ഓഫ് സിലബസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും ടീച്ചിങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു ആദ്യം ഒന്ന് തൊട്ടു, നേരെ കാര്യങ്ങൾ ശരിയായില്ല. യേശു രണ്ടാമതും സന്തോഷത്തോടെ ആ വ്യക്തി ചോദിക്കാതെ തന്നെ തൊടുവാൻ യേശു എന്ത് ചെയ്തു? വില്ലിംഗ് ആയി. നമ്മുടെ സാഹചര്യത്തെ മാറ്റുവാൻ he wants to touch us for the second time. Praise the Lord.
സെക്കൻഡ് ടച്ച് അനുഭവിച്ച എത്രയോ പേരെ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സെക്കൻഡ് ടച്ച് അനുഭവിച്ച എത്രയോ പേരെ ബൈബിളിൽ കാണുവാൻ കഴിയും. കർത്താവ് ദൈവം ഒരു ദിവസം മോശയോട് പറയുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. എന്തിനാ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ച് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. മോശ എന്താ പറഞ്ഞത്? എന്തൊരു സന്തോഷമുള്ള കാര്യം, ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാത്തിരുന്നത്. അങ്ങനെയാണോ മോശ പറഞ്ഞേ? മോശ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ട് ഈ കാര്യം പറ്റത്തില്ല. എനിക്കൊരു 5 ആട് മേടിച്ച് ഒരു തൊഴുത്തും കെട്ടി അത് ശരിയാക്കി തന്നാൽ ഞാൻ അത് ചെയ്തോളാം. പക്ഷേ അതതിലില്ല. ഞാൻ പറയുക, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ ഇസ്രായേൽ ജനത്തെ നയിക്കാനൊന്നും എനിക്ക് എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. അപ്പം ദൈവം പറഞ്ഞു, ഓക്കെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആളിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ പറഞ്ഞോ? ഇല്ല. ദൈവം പറഞ്ഞു, യു ആർ ദ പേഴ്സൺ ഐ നോ. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷേ ഒരു സെക്കൻഡ് ടച്ച് നീ അനുഭവിച്ചാൽ നിന്നെ കൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവത്തിൽ നിന്നും ഒരു സെക്കൻഡ് ടച്ച് അനുഭവിച്ച് ആരൊക്കെ വചനത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ, അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം നമ്മെ നോക്കി പലപ്പോഴും പറയും, ഐ ആം നോട്ട് ഫിറ്റ്, ഐ ആം ടു യങ്, ഐ ആം നോട്ട് വർതി, ഐ കനോട്ട് ഡു ഇറ്റ്. But God is looking at and telling us that you can do it and you are the person. Praise the Lord. God doesn't make a mistake. ദൈവം എന്ത് ചെയ്യുന്നില്ല? മിസ്റ്റേക്ക് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പത്രോസ് സെക്കൻഡ് ടച്ച് അല്ല, തേർഡ് ടച്ച് അല്ല, ഫോർത്ത് അല്ല, ഫിഫ്ത്ത് ഒക്കെ അനുഭവിച്ച ആളാ. പത്രോസിനെ ദൈവം എപ്പോഴും ആദ്യം കാണുന്നത്, കർത്താവ് എപ്പോഴും ആദ്യം കാണുന്നത് മീൻ പിടിപ്പിക്കുമ്പോഴല്ല, അതിന് മുമ്പേ ഒരിക്കൽ കണ്ടായിരുന്നു. എപ്പോഴാണ് കാണുന്നേ? അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് യേശുവിനെ കാണും. ഞങ്ങൾ മശികയെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് വന്നതാ, അന്ന് കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് ഫസ്റ്റ് ഒക്കേഷൻ. പിന്നെ രണ്ടാമത് മീൻ പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് സകലതും വിട്ട് ആ റാഡിക്കൽ പത്രോസ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു. പിന്നെ കർത്താവ് എന്ന് പറയുക, നീ എന്നെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, ഞാൻ പറയത്തില്ല, ആര് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കാൻ പോകുന്നതിന് മുന്നേ പോലും പത്രോസിന് നേരെ കാഴ്ചയൊന്നുമില്ലായിരുന്നു. പത്രോസിന് മനസ്സിലായില്ല യേശു ആരെന്ന്. പക്ഷേ യേശു പത്രോസിനെ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയില്ല. പത്രോസിൽ നോക്കിയപ്പം യേശു കണ്ടത്, ഹല്ലേലൂയ, ഈവൻ ഇതേ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ ആദ്യ നൂറ്റാണ്ടിൽ, ഹല്ലേലൂയ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം ഇതേ പത്രോസിലൂടെ ചെയ്തെടുക്കാൻ കർത്താവിന് പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ കർത്താവ് ഗിവ് അപ്പ് ചെയ്യാത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ നാം നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നാം എന്തു വെച്ച് പ്ലാൻ ചെയ്യും? നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്നിരിക്കട്ടെ, നിങ്ങൾ എന്തനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്? സാമ്പാർ ഉണ്ടാക്കണോ അതോ കിച്ചടി ഉണ്ടാക്കണോ? എന്തനുസരിച്ചാ? എന്തനുസരിച്ചാ? സാമ്പാർ ഉണ്ടാക്കണോ അതോ കിച്ചടി ഉണ്ടാക്കണോ? അല്ലെങ്കിൽ സാമ്പാർ, ഓക്കെ, സാമ്പാർ ഉണ്ടാക്കണോ അവിയൽ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കാൻ എന്തനുസരിച്ചാ പ്ലാൻ ചെയ്യുന്നത്? ആ സാധനങ്ങളുടെ അവൈലബിലിറ്റി അല്ലേ? നിങ്ങൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ, ഇന്ന് തുറന്ന് നോക്കിയപ്പോൾ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഉണ്ടാക്കും? സാമ്പാറിനൊക്കെ സാധനം കിട്ടും. എന്നാൽ പിന്നെ അങ്ങ് ചിക്കൻ ഉണ്ടാക്കിയേക്കാം. അത് പറ്റുമോ? ഇല്ല. കയ്യിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്ലാനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് വി പ്ലാൻ based on what we have, but God plans based on future. Hallelujah. നമ്മുടെ ഭാവിയെ 5 വർഷത്തെയും 10 വർഷത്തെയും കഴിഞ്ഞുള്ള ഭാവിയെ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ കഴിയുന്നവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് നോക്കുമ്പോൾ ചുറ്റുമുള്ള പ്രതിസന്ധികളും തകർച്ചകളും അസാധ്യതകളും ശൂന്യതകളുമേ പത്രോസ് കാണുന്നുള്ളൂ. യേശു കാണുന്നത്, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ആ ഉറപ്പോടുകൂടെ, ബോൾഡ്നെസ്സോടുകൂടെ പ്രസംഗിക്കുന്ന ഒരു അപ്പോസ്തലനെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് ബാങ്കിലുള്ള പൈസ കണ്ടിട്ടും നമ്മുടെ സുഹൃത്ത് വലയം, നമ്മുടെ സ്വാധീനം, അതൊക്കെ കണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നത് ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കർത്താവ് പ്ലാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നല്ലത്?
പ്രൈസ് ദി ലോർഡ്. ആ ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു കാര്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഭാഗം വായിച്ചപ്പോൾ. അതായത് യേശു ഈ വ്യക്തിയുടെ കണ്ണിൽ ആദ്യം എന്ത് ചെയ്തു? ഒന്ന് തൊട്ടിട്ട് ഈ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡു യു സീ എനിത്തിങ്? നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നമ്മളായിരുന്നു എന്തോ പറഞ്ഞേനെ? എല്ലാം ശരിയായി, എല്ലാം ശരിയായി, നേരത്തെ കാണാൻ പറ്റുന്നില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. പക്ഷേ ഈ വ്യക്തി ഓണസ്റ്റായിട്ട് കൺഫസ് ചെയ്തു. അതാ ചിന്തിക്കേണ്ട കാര്യം. പുള്ളിക്കാരൻ എന്തോ പറഞ്ഞേ? പുള്ളിക്കാരൻ എന്തോ പറഞ്ഞേ? ഐ ക്യാൻ സീ പീപ്പിൾ ബട്ട് ദേ ആർ വാക്കിംഗ് ലൈക്ക് ട്രീസ്. അതിൻ്റെ അർത്ഥം എനിക്ക് നേരെ കാണാൻ പറ്റുന്നില്ലെന്നാ. അതിൻ്റെ അർത്ഥം നേരെ കാണാൻ പറ്റുന്നില്ലെന്നാ. ഒരു സെക്കൻഡ് ടച്ചിന് ഒരു റിക്വയർമെന്റ് ഇവിടെ ഉണ്ട്. എന്താ റിക്വയർമെന്റ് എന്നറിയാമോ? ഓണസ്റ്റ് കൺഫെഷൻ. നമ്മുടെ അവസ്ഥ അതുപോലെ ദൈവസന്നിധിയിൽ തുറന്ന് പറയുക എന്നൊരു കൺഫെഷൻ എന്താണ് നമുക്ക് ആവശ്യമാണ്. യേശു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ്? പത്രോസ് എന്താ പറയുക? പത്രോസ് എന്താ പറയുന്നേ? പിന്നല്ലാതെ ഞാൻ കർത്താവിനെ സ്നേഹിക്കാതെ പിന്നെ ആരെ സ്നേഹിക്കാനാ? രണ്ടാമത്തെ പ്രാവശ്യവും യേശു അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുക, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ്? പത്രോസ് എന്താ പറയുക? എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. യേശുവിനറിയാം പത്രോസ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ആര് സ്നേഹിക്കുന്നില്ല? പത്രോസ് സ്നേഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഗോഡ് വാണ്ട്സ് ടു ഹിയർ അവർ ഓണസ്റ്റ് കൺഫെഷൻ. 100ാമത്തെ പ്രാവശ്യവും പരാജയപ്പെട്ടെങ്കിൽ അതായിരിക്കണം എന്നാണ് ദൈവത്തോട് പറയേണ്ടത്. കർത്താവേ, 100ാമത്തെ പ്രാവശ്യവും ഞാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കുക എന്നൊരു ചൊല്ലുണ്ട്, അതിവിടെ പറയുന്നതല്ലേ? നമ്മൾ ആ ഒരു രീതിയാണ് കർത്താവിനോടും കാണിക്കുന്നത്. എല്ലാം അകത്തൊക്കെ വലിയ പ്രശ്നമായിരിക്കും, പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. പ്രൈസ് ദി ലോർഡ്. ആ രീതി ദൈവത്തോട് എന്ത് ചെയ്യരുത്? കാണിക്കരുത്. ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. ഐ ക്യാൻ സീ, പക്ഷെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജനത്തെ സ്നേഹിപ്പാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വചനം ധ്യാനിപ്പാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഇടിവിൽ നിൽപ്പാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ആത്മീയതയിലേക്ക് വളർന്നു വരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അകത്തെ കണ്ണിന്റെ കാഴ്ച എനിക്കില്ല, എനിക്കത് ലഭിച്ചിട്ടില്ല, എനിക്ക് അങ്ങയുടെ സെക്കൻഡ് ടച്ച് ആവശ്യമാണ് എന്നൊരു കൺഫെഷൻ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹോണസ്റ്റ് കൺഫെഷൻ എന്ത് ചെയ്യണം? നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ട്രഷർ ഹണ്ട്, ആ ഒരു ഗെയിം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതാ. ട്രഷർ ഹണ്ട് ഗെയിം നമ്മൾ കളിച്ചിട്ടില്ലേ? അതിന്റെ പ്രത്യേകത എന്താ? ട്രഷർ ഹണ്ട് ഗെയിം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ക്ലൂ കിട്ടും. ആ ക്ലൂവിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലൂവിലേക്ക് പോകണം. ആസ് യു മൂവ് ഫ്രം വൺ ക്ലൂ ടു അനദർ ക്ലൂ, യു ആർ ഗെറ്റിംഗ് മോർ ക്ലാരിറ്റി. യെസ് ഓർ നോ? ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയാവുന്നുണ്ടോ? ഒരു ക്ലൂ കണ്ടുപിടിച്ച് മറ്റൊരു ക്ലൂവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. ഒറ്റയടിക്ക് എല്ലാം പൂർണ്ണമായി കാണാനോ എല്ലാം മനസ്സിലാക്കാനോ നമുക്ക് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ഓരോ പ്രാവശ്യം കൂടുതൽ 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 ദൈവത്തോടടുത്ത് ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിൽ നിന്നും ആ സൗഖ്യവും വിടുതലും പ്രാപിച്ച് കൂടുതൽ കൂടുതൽ ആ മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുക വൺസ് യു ആർ സേവ്ഡ് എവറിത്തിങ് ഈസ് ക്ലിയർ. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് കർത്താവിൻ്റെ അടുത്ത് പറയും, എനിക്കെല്ലാം കാണാം, ഇനി എനിക്ക് സെക്കൻഡ് ടച്ചും വേണ്ട, എനിക്ക് തേർഡ് ടച്ചും വേണ്ട, ഒരൊറ്റ ടച്ച് മതി, എനിക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അതാ നമുക്കുള്ള കുഴപ്പം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഇനിയും വളരാൻ കഴിഞ്ഞിട്ടില്ല. ദൈവദാസനായിക്കോട്ടെ, പ്രസംഗിക്കുന്ന ആളായിക്കോട്ടെ, ആരായിരുന്നാലും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എനിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കൺഫെഷനാണ് കർത്താവ് നമ്മെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കൺഫെഷൻ ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്യാമോ? കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്കാകാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല.
ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാ, ശരിയാ. 30-40 വർഷം ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു, ശരിയാ. പക്ഷെ കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ, ജനത്തിന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഞാനൊരു ഓണസ്റ്റ് കൺഫെഷൻ നടത്തുക. കർത്താവേ, എനിക്കിന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് he is happy to touch again. Praise the Lord. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയും, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. Praise the Lord. നിന്നെ ഞാൻ തൊടാൻ റെഡിയാ, നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ റെഡിയാ. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണുവാൻ, കണ്ണ് തുറക്കാൻ ദൈവത്തിന് എന്ത് ചെയ്യും? കഴിയും. Praise the Lord. ഈ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുക, കുരുടനെ സൗഖ്യമാക്കുക എന്നുള്ളതിൽ വളരെ ആത്മീക സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഹാഗാറിന്റെ കാര്യം ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. ഹാഗാർ നീരുറവ, ഹാഗാറിന് വേണ്ടി ദൈവം നീരുറവ തുറന്നതാണോ, അതോ ഹാഗാറിന്റെ കണ്ണ് തുറന്നപ്പോൾ അവിടെയുള്ള നീരുറവയെ ദൈവം ഹാഗാർ കണ്ടതാണോ? ഏതാ ശരി? കണ്ണ് തുറന്നപ്പോൾ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിന്റെ കണ്ണ് തുറന്നപ്പോൾ നീരുറവ കണ്ടു എന്ന വചനം പറഞ്ഞിരിക്കുന്നേ. ഹാഗാർ നേരത്തെ കണ്ണ് കാണാൻ മേലായിരുന്നോ? ഹാഗാറിന് കണ്ണ് കാണാൻ മേല, ഹാഗാറിന് കണ്ണ് കാണാം. പക്ഷെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോ ദൈവത്തിന്റെ കരുതൽ കാണുവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ട അവസ്ഥയിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ ദൈവിക കരുതലുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാമോ, കർത്താവേ, എനിക്ക് അങ്ങയുടെ സെക്കൻഡ് ടച്ച് വേണം. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് യുവർ സെക്കൻഡ് ടച്ച്. സംടൈം ഡെവിൾ കംസ് ടു മൈ ഇയർ ആൻഡ് ടെൽസ് മീ ദാറ്റ് I don't deserve second touch from God. I am not worthy to experience his healing again. But the Lord is telling you that he has a purpose for you. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ആലോചനകൾ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിനോട് പറയാമോ, കർത്താവേ, എന്നെ ഒന്നുകൂടെ തൊടണമേ. ഹല്ലേലൂയ. എന്നെ ഒന്നുകൂടെ ഒന്ന് സൗഖ്യമാക്കണമേ. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ തൊടണം, അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ നിന്ന് നമ്മോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഇന്ന് ഈ സഭായോഗം പ്രാർത്ഥിച്ച് തുടങ്ങിയത് മുതൽ അങ്ങയുടെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടായിരുന്നതിനാൽ സ്തോത്രം. പാട്ടുകളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, വചനധ്യാനത്തിലൂടെ ഒക്കെയും ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, തുടർന്നുള്ള സമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. CVF മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തികഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യേ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ അഭിഷേകത്താൽ, ദൈവകൃപയാൽ നിറയ്ക്കണം. ഓരോ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ ശബ്ദമയച്ച്, അങ്ങയുടെ ശക്തി അയച്ച്, അങ്ങയുടെ സാന്നിധ്യം അയച്ച് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കുരുടൻ്റെ കണ്ണിൽ തൊട്ട് അങ്ങ് സൗഖ്യമാക്കിയതുപോലെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ സഭയിലെ എല്ലാ വിശ്വാസികളെയും, എല്ലാ കുടുംബങ്ങളെയും, രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങ് തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്കും അങ്ങയുടെ ഒരു സന്ദർശനം, അങ്ങയുടെ ഒരു സന്ദർശനം, അങ്ങയുടെ ഒരു ടച്ച് ആവശ്യമാണ്. ദൈവമേ, മോശയെ തൊട്ടതുപോലെ, പത്രോസിനെ തൊട്ടതുപോലെ അങ്ങ് വീണ്ടും അവരെ തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടെയിരിക്കും. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മധ്യേ അയച്ചതിനായി സ്തോത്രം. ഈ ഒരാഴ്ചവട്ടക്കാലം ദൈവഭയത്തിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ സാധുക്കളാണ്, പക്ഷേ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പാറ, അങ്ങ് ഞങ്ങളുടെ പാറ, അങ്ങ് ഞങ്ങളുടെ ആശ്രയം, അങ്ങ് ഞങ്ങളുടെ അഭയ കേന്ദ്രം. അങ്ങിൽ ഞങ്ങൾ ദൈവമേ സകല ആശ്രയവും വയ്ക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം, വാതിലുകളെ തുറക്കണം, സഹായികളെ എഴുന്നേൽപ്പിക്കണം, യാത്രകളിൽ കൂടെ ഇരിക്കണം, സകല ഇടപെടലുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഉപജീവന മാർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കണം, സമൃദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ലോകമെമ്പാടും കർത്താവിനെ സ്തുതിക്കുന്ന വിശുദ്ധന്മാരുടെ മേലും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് ജയന്തം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. നമുക്ക് കുറച്ച് നിമിഷങ്ങൾ കൂടെ ദൈവസന്നിധി